ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഒരു കുറഞ്ഞ അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചക്കയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പ് ചക്ക മാത്രം വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ആയതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ചക്ക എടുത്തിട്ട് കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ച് കിട്ടിയ സമയത്ത് ആ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്ക അത്യാവശ്യം നന്നായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവിലെടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ചക്കച്ചോള എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളതാണ്. ഒത്തിരി പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുത്തിട്ടില്ല. അത്യാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന പാകത്തിനാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ചക്കച്ചോള എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അരച്ചെടുത്തിട്ടാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനിയാണ് വേണ്ടത്. ഞാനിവിടെ 2 ചെറിയ അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് വളരെ കുറച്ചൊരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ശർക്കര പാനിയിലെ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത്. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയെടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം തേങ്ങ ചിരകിയത് നമ്മൾ ചക്ക വരട്ടിയത് തയ്യാറാക്കി എടുക്കുമ്പോൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ആ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി തേങ്ങാക്കൊത്തായിട്ടാണ് ഇഷ്ടമെങ്കിൽ അത്യാവശ്യം കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ട് ഏകദേശം നമ്മൾ പായസത്തിനൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പാകത്തിൽ ഒന്ന് മൂപ്പിച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാത്രത്തിനൊക്കെ ഇതേ പാത്രത്തിൽ നമ്മൾ തേങ്ങ വറുത്തെടുത്തിരിക്കുന്ന അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ ആ ചക്കയുടെ ആ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും 2 രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ചെയ്യുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കും. എന്നിട്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുക ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചക്ക ജസ്റ്റ് വേവിച്ചെടുക്കും. ചക്കച്ചോളയൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് വേവിച്ചെടുത്ത് പിന്നെ ഉടച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ നല്ലത് തോന്നുക അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ചക്ക ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വെന്ത് വരണം. ചക്ക എപ്പോഴും നന്നായിട്ട് വെന്ത് ഇതിനകത്തുള്ള ആ അധികം വരുന്ന വെള്ളം അതൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുക. അപ്പോൾ ചക്ക ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. ചക്ക നല്ലതുപോലെ വെന്ത് പാകമായി വന്നതിന് ശേഷം ഇതിലോട്ട് ശർക്കര പാനി ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ ചക്കയും ആ ശർക്കര പാനിയൊക്കെ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മധുരമൊക്കെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് കുറുകി വരണം. ശരിക്കും ശർക്കര പാനിയിൽ കിടന്ന് തിളച്ചിട്ട് നന്നായിട്ട് കുറുകി വരുന്ന പാകത്തിൽ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് നല്ലതുപോലെ പാകമായി വന്നതിന് ശേഷം ഞാനൊരു ഇത്തിരി നെയ്യ് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് മാത്രം ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. നിർബന്ധമില്ല കാര്യമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇതിനേക്കാൾ കൂടുതൽ അളവിൽ നെയ്യുടെ അളവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക വേണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഒന്ന് കുറുകി ശരിക്കും ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ തവി വെച്ചിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്നൊക്കെ പാത്രത്തിനകത്തുനിന്നൊക്കെ വിട്ട് വന്ന് കുറച്ചൊരു തിക്കായിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് ഞാൻ ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 നുള്ളി ചുക്ക് പൊടിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 2 നുള്ളി ചെറിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് 2 നുള്ളി തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. ഏലക്കയുടെ പൊടിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പാത്രത്തിനകത്തുനിന്നൊക്കെ വിട്ട് നല്ലൊരു പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനലായിട്ട് തേങ്ങാക്കൊത്ത് കൂടി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്ത് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു സമയത്തല്ല, കുറച്ചുകൂടി നേരത്തെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
എന്നിട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം കണ്ടില്ലേ, നല്ല രീതിയിൽ ഞാനൊന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ, ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ശരിക്കും വളരെ കുറഞ്ഞൊരളവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു പീസ് ചക്ക കിട്ടിയ സമയത്ത് നമുക്ക് വീട്ടിലൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ ആഗ്രഹം തോന്നി, അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മിക്കവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും നമ്മുടെ ചക്ക വരട്ടിയതും ചക്കയപ്പം ആക്കുന്നതൊക്കെ. അപ്പോൾ നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്കും ഞാനിപ്പോൾ വറുത്ത പുട്ടുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒന്നുകിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം, ഗോതമ്പ് പൊടി വെച്ച് ചേർത്തിട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ അരിപ്പൊടി വെച്ച് ചെയ്യാം, റവ ചേർത്തിട്ട് ചെയ്യാം. ഇതിലേത് വേണമെങ്കിലും ചെയ്യാം. അരിപ്പൊടി, റവ, പുട്ടുപൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് വറുത്തത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ചക്ക ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ചക്ക നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ ചക്കയുടെ അളവ് എപ്പോഴും മുന്നിട്ട് നിൽക്കുകയും അരിപ്പൊടിയുടെ അളവ്, അരിപ്പൊടിയോ പുട്ടുപൊടി ഏത് പൊടിയാണോ ചേർക്കുന്നത് അതിൻ്റെ അളവ് അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുക്കുക. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചക്കയുടെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പുട്ടുപൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ പാകം നോക്കുന്നത് നമ്മൾ ഓരോ തവണ പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്തും ഇത് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, കുറച്ചൊരു തിക്കായിട്ട് വേണം ഉണ്ടാകാൻ. അപ്പോൾ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് സാധാരണ കുമ്പിളിലയൊക്കെയാണ് ഉപയോഗിക്കുക. വഴനിയില, കറുവയില എന്നൊക്കെ പറയുന്ന ഇലകൾ വെച്ചിട്ടാണ് സാധാരണ നാട്ടിൽ ഈ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് പ്രായമുള്ളവരൊക്കെ. അപ്പോൾ ശരിക്കും അതാണ് ഏറ്റവും ടേസ്റ്റും. ഇതൊന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് എന്തായാലും ഇതൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വാഴയില ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഇതിനകത്ത് കുറച്ച് ഒന്ന് സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, അല്ലെങ്കിൽ പച്ച ഈർക്കിലൊക്കെ വെച്ച് കുത്തിയെടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഇല കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. ഈ ഏതെങ്കിലും ഒന്നും അറ്റ്ലീസ്റ്റ് വാഴയിലെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റീമറിനകത്ത് വെള്ളം വെച്ച് നന്നായി തിളച്ച് ആവി വരുന്ന സമയത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്തോട്ടേക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന അതിനകത്ത് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ അതൊട്ടും തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല പാകത്തിന് ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന്. വളരെ കുറേ ഇത് ഏകദേശം ശരിക്കും കണ്ടില്ലേ, ഒരു 5-6 എണ്ണത്തിനടുത്ത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, കാരണം അത്രയും ചെറിയൊരു അളവിലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സാധാരണ ചേർക്കുന്ന പൊടിയിൽ നിന്നും കുറച്ചധികം ചേർത്തിട്ടുണ്ടായിരുന്നു, കാരണം ചക്കയുടെ അളവ് കുറവായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് പറഞ്ഞത്, ഒരിക്കലും പൊടിയുടെ അളവ് ഒരിക്കലും കൂട്ടിയെടുക്കരുത്. പൊടിയുടെ അളവ് എപ്പോഴും താഴെ, ചക്കയുടെ അളവ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ശരിക്കും വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ ചക്ക വരട്ടിയത് എല്ലാവർക്കും അറിയുന്നതാണ്. ചക്ക വരട്ടി നമ്മൾ ഒത്തിരി കാലം സൂക്ഷിക്കാറുണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അപ്പം എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.